കാണുന്ന പോലെയാണ് തനി നിറം പുറത്തു വരാനിരിക്കുന്നു. അപ്പോൾ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ തനിനിറം പുറത്തു വരുമ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. തോമസ് ഊട്ടിയെ സ്നേഹിക്കും, മനുഷ്യന് വേണ്ടി ലിമിയെ സ്നേഹിക്കും. ആ ഒരു ബോധ്യത്തിലേക്ക് നിങ്ങളുടെ കുടുംബജീവിതം വളരുമ്പോൾ അവിടെയാണ് ദൈവകൃപയിൽ നിങ്ങൾ വളരുന്നു എന്ന് പറയാം. നിങ്ങളുടെ ഈ ഇത്രയും കാലം ഞങ്ങളൊക്കെ കണ്ട നന്മകളൊക്കെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുന്നത് തീർച്ചയായിട്ടും അവിടെയാണ്. അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. അവസാനമായി നിങ്ങളിപ്പോൾ നിലമെടുക്കലും ഇടുക്കിയുമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി ദേവാലയത്തിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കടന്നു വന്ന വഴികൾ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ഉറക്കവച്ച രാത്രികളിലുള്ള നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച അവരുടെ വേദനകളും കണ്ണുനീരുമുണ്ട്. നിങ്ങൾക്ക് പനി വന്നപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് അവരുടെ കണ്ണൊന്ന് തെറ്റിയിരുന്നെങ്കിൽ, അവർ അശ്രദ്ധരായിരുന്നെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വഴിയോരങ്ങളിൽ വാഹനങ്ങൾക്കടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടസാധ്യതകളോ ഒക്കെ നിങ്ങൾ പെട്ടുപോയേക്കാം. ക്രൈസ്തവരുടെ അവയ്ക്കുമൊക്കെ നിങ്ങളുടെ ഈ മംഗളകരമായ വിവാഹ ദിവസം ഒരു സന്തോഷമാണ്, അനുഗ്രഹമാണ്. അത് അങ്ങോട്ടും നിങ്ങളുടെ ജീവിത അവസാനം വരെയും ഈ സന്തോഷവും ഈ അനുഗ്രഹവും ഒക്കെ നിലനിർത്താനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെയും പേരിൽ ആശംസിക്കുന്നു. എല്ലാവരുടെ ദൈവാനുഗ്രഹങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് നേരുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ മക്കൾക്ക് വേണ്ടി ഇവരുടെ ശുഭമായ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഭക്തന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടുകൂടി ആരാധിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാനെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നടക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അലങ്കാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹവും ഊദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ ഊദാശ യോഗ്യതയോട് പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതന്മാർ തങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും വൃത്തിയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖ്യയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അടുത്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉല്ലാസം യോഗ്യതയോട് പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ പ്രഭാവനം സമൃദ്ധമായി ചൊല്ലണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നിമിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു.
ലിമി. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തോമസ് കുട്ടിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി അവിടുന്ന് ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ അവിടുന്ന് ദയാപൂർവ്വം ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മന്ത്രകൂടി ചെയ്യുക. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകൂടിയെ അവിടുന്ന് ദയാപൂർവ്വം ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ അഭിമുഖം ആയിരിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയും അഭിഷേകവും ഈ മക്കളുടെ മേൽ നയപ്പെടുവാൻ വിഷമയോടെ നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയാം. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും
ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷവും സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
മറിയത്തിന്റെയും തിരുകുടുംബത്തിന് നായകനായ മാറിയോസെഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായും അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിലവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെടാനാകട്ടെ. വിവാഹമെന്ന ഉദാശയാത്രപരമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവർ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും വിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശുദ്ധരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ശരിപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തിന് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ ദുർഗത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.